ഹെയർ വാഷ് കൊണ്ട് തന്നെ നിങ്ങളുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറി മുടി അടിപൊളിയായിട്ട് വളരാൻ സഹായിക്കുന്ന ഒരു എഫക്റ്റീവായിട്ടുള്ള റെമഡിയാണ് കേട്ടോ. ഇത് ഉപയോഗിച്ച് നിങ്ങൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങളുടെ മുടിയുടെ ആ ഒരു തിളക്കം നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. അത്രമാത്രം നമ്മുടെ മുടി ഉണ്ടല്ലോ ടോട്ടലി മാറാനും നല്ലപോലെ തിളങ്ങി സോഫ്റ്റ് ആൻഡ് സ്മൂത്തായിട്ട് പാർലറിൽ പോയാൽ പോലും ഈ ഒരു എഫക്റ്റ് കിട്ടില്ല. അത്രമാത്രം റിസൾട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഹെയർ കെയറിനുള്ളത്. നിങ്ങൾക്കിപ്പോൾ എത്ര വലിയ മുടി കൊഴിച്ചിലാണെന്നുണ്ടെങ്കിലും, കൊഴിഞ്ഞ് കട്ട കണക്കിന് നിങ്ങൾക്ക് മുടി കൊഴിയുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഒറ്റ ഹെയർ വാഷ് കൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റുന്നുള്ളത് എനിക്ക് ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയും. അത്രമാത്രം റിസൾട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഹെയർ കെയറിനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്നും കൂടിയാണ് ഈ ഒരു എഫക്റ്റീവായിട്ടുള്ള റെമഡി. ട്രൈ ചെയ്ത് തീർച്ചയായിട്ടും നോക്കണം കേട്ടോ. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോ കാണാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഒരു പാത്രത്തിലോട്ട് കറക്റ്റ് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലോട്ട് ഒരു വലിയ ടേബിൾ സ്പൂൺ നിറച്ചും ഉലുവ ചേർത്ത് കൊടുക്കുക. ചെറിയ സ്പൂൺ ആണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഇത് നമ്മൾ നല്ലതുപോലെ വെട്ടിത്തിളപ്പിക്കണം. ഉലുവയുടെ ഗുണങ്ങളെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അത് അറിയാനും പറ്റും. കാരണം എൻ്റെ ഹെയർ കെയറിലെ മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ അത് ഉലുവ തന്നെയാണ്. ഉലുവയ്ക്കപ്പുറം ഇപ്പോഴും എനിക്ക് മറ്റൊന്നും തോന്നിയിട്ടില്ല. അത്രമാത്രം റിസൾട്ടാണ് ഉലുവ നമുക്ക് തരിക. അതും ഇന്ന് കാണിക്കുന്ന ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോഴുണ്ടല്ലോ, ഇതിൻ്റെ റിസൾട്ട് ഉണ്ടല്ലോ അത് വേറെ ലെവലായിരിക്കും. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാലാണ് അതിൻ്റെ റിസൾട്ട് അറിയുക. സിമ്പിളാണ് ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ ഗംഭീരമായിരിക്കും കേട്ടോ. അതാണ് ഞാൻ വീണ്ടും ഇങ്ങനെ തറപ്പിച്ച് പറയണത്. അപ്പോൾ ഉലുവ നല്ല പോലെ വെട്ടി തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളത്തിന് നല്ലൊരു യെല്ലോ കളറായിട്ട് മാറിയിട്ടുണ്ടാവും. നമ്മുടെ ഉലുവയുടെ ഗുണങ്ങളൊക്കെ തന്നെ നമ്മുടെ വെള്ളത്തിലോട്ട് ആയിട്ടുണ്ടാവും. അതിനുശേഷം ഇത് നമ്മൾ അരിച്ചെടുക്കുക കേട്ടോ. അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മുടെ കാപ്പിപ്പൊടി ഉണ്ടല്ലോ, ഇപ്പം ഞാനിവിടെ ആ 2 രൂപയുടെ ആ പാക്കറ്റ് തരി ഇല്ലാത്ത ഈ ഒരു ബ്രൂവിൻ്റെ കാപ്പിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ. നിങ്ങളുടെ കയ്യിൽ ഏതുണ്ടോ അത് എടുക്കാം കേട്ടോ. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ കാപ്പിപ്പൊടി ഉണ്ടല്ലോ നമ്മുടെ മുടിക്ക് നല്ലൊരു ഷൈനിങ് തരാൻ വേണ്ടിയിട്ട്, ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ആ തിളക്കം തരാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഉലുവയുടെ മണം ചിലർക്ക് പിടിക്കില്ല. അങ്ങനെ ഉള്ളവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. കാപ്പിപ്പൊടി ചേർക്കുമ്പോൾ നമുക്ക് ആ ഉലുവയുടെ മണങ്ങൾ വരേയില്ല കേട്ടോ. പക്ഷെ ഉലുവയുടെ മണം അത്രയ്ക്ക് ബോറാണെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു 1/2 മുറി നമ്മുടെ ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതെന്തിനാണെന്ന് അറിയാമോ? ചെറുനാരങ്ങയിൽ സിട്രിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ആസിഡ് നമ്മുടെ തലയുടെ ഓട്ടിലേക്ക് തട്ടുന്ന സമയത്തുണ്ടല്ലോ, ആ ഒരു സമയം തന്നെ നിങ്ങൾക്ക് എത്ര വലിയ താരനാണ്, ചൊറിച്ചിലാണ്, ഇച്ചിനെസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങ ദി ബെസ്റ്റ് ആണ് കേട്ടോ. ഒരു അബദ്ധം പറ്റിപ്പോയത് എന്താണെന്ന് വെച്ചാൽ, ചെറുനാരങ്ങയുടെ നീര് ഞാൻ ഇതിലേക്ക് പിഴിയണ സമയത്ത് ക്യാമറ ഓൺ ചെയ്തില്ല. ഞാൻ എഡിറ്റ് ചെയ്യാൻ ഇപ്പം ഇരുന്നപ്പോഴാണ് കേട്ടോ ഞാനിത് കാണുന്നത്. അപ്പോൾ ചെറുനാരങ്ങയുടെ 1/2 മുറി നീരും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലതുപോലെ കൂട്ടി യോജിപ്പിക്കുക കേട്ടോ. അതിനുശേഷം അവസാനമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഹെയർ ഷാമ്പു ഉണ്ടല്ലോ, അത് കുറച്ച് നമ്മുടെ ഈ ഒരു വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലതുപോലെ കൂട്ടി യോജിപ്പിക്കുക കേട്ടോ. നിങ്ങൾക്ക് എക്സ്ട്രീം ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷാമ്പു അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും കേട്ടോ. എൻ്റെ ഭയങ്കര ഡ്രൈ ഹെയർ ആണ്, എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ഒരു ഷാമ്പുവും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ലതുപോലെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ നല്ലപോലെ നൊരച്ച് പൊന്തും. ഈ ഒരു വെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ ഹെയർ വാഷ് ചെയ്തെടുക്കാൻ വേണ്ടി പോണത് കേട്ടോ. ശരിക്കും പറഞ്ഞാലില്ലേ, നിങ്ങൾ സാധാരണ ഹെയർ വാഷ് ചെയ്യണേനും ഇങ്ങനെ ഹെയർ വാഷ് ചെയ്യണേനും ഉള്ള ഡിഫറൻസ് ഉണ്ടല്ലോ എത്ര മാത്രം എന്നുള്ളത് നിങ്ങൾക്കിത് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റൂ കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴൊക്കെ നമ്മുടെ മുടിയിൽ ഷാമ്പു യൂസ് ചെയ്യുന്നുണ്ടോ ആ സമയത്തൊക്കെ തന്നെ നമ്മൾ ഹെയർ ഓയിൽ നമ്മുടെ മുടിയിൽ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ഡ്രൈ ഹെയറിൽ ഒരിക്കലും വീണ്ടും ഷാമ്പു ഇടരുത്, അത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് ഹെയർ ഓയിലായിട്ട് നിങ്ങൾക്കൊരു എഫക്റ്റീവായിട്ടുള്ള റെമഡിയും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിനായിട്ട് നിങ്ങൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക. ആ ഒരു വെളിച്ചെണ്ണയിലോട്ട് കറക്റ്റ് 1 ടേബിൾ സ്പൂൺ അളവിലേക്ക് നമ്മുടെ കാസ്റ്റർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കാസ്റ്റർ ഓയിൽ മുടി വളരാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് കേട്ടോ ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. പക്ഷേ ഭയങ്കര എഫക്റ്റീവാണ് ഇതിന്. 1 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവസാനമായിട്ട് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് ഉണ്ടല്ലോ, അത് ഒരെണ്ണവും കൂടി പൊട്ടിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. വിറ്റാമിൻ ഇ ഉണ്ടല്ലോ നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് കുനുകുനാന്നുള്ള പുതിയ മുടികൾ കിളിർത്ത് വളരാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കാൽപ്പിനെ ഒരു വലയം മാതിരി, ഒരു കോട്ടിങ് പോലെ നമ്മുടെ സ്കാൽപ്പിൽ ഇത് പറ്റിപ്പിടിച്ച് നമ്മുടെ സ്കാൽപ്പിനെ ഒരു വലയം മാതിരി പ്രൊട്ടക്റ്റ് ചെയ്യാനും
മുടി വളരാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ചേരുവയാണ്. ഇതിന്റെ മുമ്പ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇതേപോലെ ചെയ്തിട്ട് ഒരുപാട് പേർക്ക് മുടി വളർന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് കമന്റ് ആയിട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോയിലൂടെ ഇതും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നാലും യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ടിപ്പും കൂടി പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് ഇത് തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾ സ്ഥിരം യൂസ് ചെയ്ത് വരുന്ന നിങ്ങളുടെ ഹെയർ ഓയിൽ ഉണ്ടല്ലോ, അത് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയിൽ തേച്ച് കൊടുത്ത് ഞാൻ പറയുന്ന രീതിയിൽ ഹെയർ വാഷ് ചെയ്യാം. എന്നാലും നിങ്ങൾക്ക് ഒന്നും കൂടി ബെറ്റർ റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ഓയിൽ ചേഞ്ച് ചെയ്തിട്ട് ഈ ഒരു ഹെയർ ഓയിൽ ഓൾ ടൈം നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് മാറ്റാവുന്നതുമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഹെയർ ഓയിൽ ഇതെന്നല്ല, നമ്മൾ ഏത് ഹെയർ ഓയിൽ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോഴും നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്കാൽപ്പ് വകച്ചിലെടുക്കുക. നമ്മുടെ ഓരോ ലെയറുകളായിട്ട് ഈ ഒരു എണ്ണ നമ്മുടെ സ്കാൽപ്പിൽ തട്ടുന്ന വിധത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മസാജിങ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഹെയർ കെയറിൽ. അപ്പം നല്ലൊരു മസാജും കൂടെ കൊടുക്കുക. ഡീപ്പായിട്ട് ഹെയർ ഓയിലിംഗ് ചെയ്യുക. നമ്മുടെ സ്കാൽപ്പിൽ മാത്രമല്ലാതെ നമ്മുടെ മുടിയിലും പാടെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക. എപ്പോഴും നമ്മൾ ഷാമ്പു വാഷ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഹെയർ ഓയിൽ ചെയ്ത് ഷാമ്പു ഇട്ട് ഹെയർ വാഷ് ചെയ്യാൻ. ഈ ഒരു എണ്ണയല്ല, നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ എണ്ണ ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഹെയർ ഷാമ്പു യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പം ഞാൻ മുടിയിലും സ്കാൽപ്പിലും ഒക്കെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് കെട്ടിവെച്ച് 1 മണിക്കൂറിന് ശേഷമാണ് ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടി പോണത് കേട്ടോ. ഇനി നമുക്ക് ഹെയർ വാഷ് ചെയ്യാം. ഹെയർ വാഷ് ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ വെറുതെ പച്ചവെള്ളത്തിലൊന്ന് മുടി കഴുകി എടുത്തതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മുടെ ഉലുവട വെള്ളം ഷാമ്പൂ മിക്സ് ഇല്ലേ, അത് നിങ്ങളുടെ തലയുടെ ഓട്ടിൽ ഒഴിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതല്ലാതെ ഒരിക്കലും അതും വെള്ളമാണല്ലോ എന്നോർത്ത് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ മുടി നനയ്ക്കാതെ തന്നെ ഈ ഒരു വെള്ളം ഒഴിക്കരുത്. ആദ്യം പച്ചവെള്ളം ഒഴിച്ച് നിങ്ങളുടെ മുടി ഒന്ന് കഴുകി എടുത്തതിന് ശേഷം മാത്രം ഈ ഒരു വെള്ളം നിങ്ങളുടെ തലയുടെ ഓട്ടിൽ ഒഴിച്ച് നിങ്ങളുടെ തലയുടെ ഓടും മുടിയും ഒക്കെ തന്നെ കഴുകിയെടുക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുമ്പോഴുണ്ടല്ലോ, നിങ്ങളുടെ മുടി കൊഴിച്ചിലും താരനും ചൊറിച്ചിലും നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയിലെ ഡ്രൈനസ്, സ്പ്ലിറ്റൻസ്, മുടി മൊത്തത്തിൽ അങ്ങോട്ട് ഡാമേജ്ഡ് ആയി കിടക്കുന്ന മുടിയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഹെയർ വാഷ് കൊണ്ട് തന്നെ നിങ്ങളുടെ മുടിയെ അടിമുടി മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇതിൻ്റെ റിസൾട്ട് ഉണ്ടല്ലോ, എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അത്രമാത്രം ഗ്യാരണ്ടീഡ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ് ഈ ഒരു രീതിയിൽ ഹെയർ വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾക്കിപ്പോൾ ചീപ്പ് തലയിൽ വെക്കാനേ പറ്റണില്ല, മുടി കൊഴിയാണ് ചേച്ചി എന്നുള്ളത് ഇപ്പോഴും പറയുന്ന ആൾക്കാരുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒരൊറ്റ തവണ ഹെയർ വാഷ് ചെയ്ത് നോക്കൂ. നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ അന്നത്തെ ദിവസം തന്നെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. നിങ്ങൾക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നിങ്ങളത് മറക്കും. കാരണം അത്രമാത്രം റിസൾട്ടാണ് തരിക. നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച് കൊണ്ടിരുന്ന നിങ്ങളുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു ഉത്തമ സൊല്യൂഷനാണ് ഇന്നത്തെ ഈ ഒരു ഹെയർ കെയർ. അപ്പം ഞാൻ എൻ്റെ സ്കാൽപ്പും മുടിയൊക്കെ നല്ല വൃത്തിക്ക് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ആഫ്റ്റർ റിസൾട്ടും കൂടി ഞാൻ കാണിക്കാം കേട്ടോ. കണ്ടീഷണർ പോലും ഇടാതെ നമ്മുടെ മുടി അത്രമാത്രം റിസൾട്ടായിരിക്കും. കണ്ടില്ലേ, നിങ്ങൾക്കിതിൻ്റെ ആഫ്റ്റർ റിസൾട്ട് ഉണ്ടല്ലോ, ഒരു രക്ഷ ഉണ്ടാവില്ല. നിങ്ങളുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറി നിങ്ങളുടെ മുടി നല്ല പോലെ ഇങ്ങനെ തിളങ്ങും. കാരണം നമ്മുടെ ഉലുവട വെള്ളത്തിൽ ഷാമ്പു മിക്സ് ചെയ്ത് ഹെയർ വാഷ് ചെയ്യുമ്പോൾ അതിന് അത്രമാത്രം റിസൾട്ടാണ് കിട്ടുക. അതിപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് അറിയാൻ പറ്റും കേട്ടോ. നമ്മളിങ്ങനെ നമ്മുടെ മുടി തൊട്ട് നോക്കുമ്പോഴുണ്ടല്ലോ ഇങ്ങനെ ഒഴുകി പോകും. നമുക്കിങ്ങനെ കൈ വെക്കാൻ പറ്റില്ല. അത്രമാത്രം സോഫ്റ്റായിട്ട് മാറിയിട്ടുണ്ടാവും നിങ്ങളുടെ മുടി. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ ഒരു എഫക്റ്റീവായിട്ടുള്ള റെമഡി നിങ്ങളുടെ മുടിയുടെ, ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെന്ന് തോന്നണു, മുടി കൊഴിച്ചിൽ മാറും, മുടി വളരും, മുടിക്ക് ഷൈനിങ് വരും എന്നൊക്കെ. തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം കേട്ടോ. ഭയങ്കര സിമ്പിളാണ്, എന്നാൽ റിസൾട്ട് 10 മടങ്ങാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേപോലെ മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ഫ്രം രമ്യ.